സ്വർഗത്തിൽ ഉയർന്ന പദവി നേടുന്നതിന്റെ ആധാരമെന്താണെന്ന് ബാബ ഇന്ന് കേൾപ്പിക്കുന്നു. ആത്മാവ് എപ്രകാരം നിർവികാരിയാകുന്നു എന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയുടെ മധുരമഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 19/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ ആത്മീയ കാര്യവ്യവഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യുന്നതിലൂടെ ആത്മാവ് നിർവികാരി ആയിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം: സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നതിൻ്റെയും സ്വർഗത്തിൽ ഉയർന്ന പദവി നേടുന്നതിൻ്റെയും ആധാരം എന്താണ്? ഉത്തരം: ബ്രഹ്മകുമാർ കുമാരി ആകണം. അപ്പോൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കും. എന്നാൽ ഉയർന്ന പദവിയുടെ ആധാരം പഠനമാണ്. അഥവാ ബാബയുടേതായ ശേഷം നല്ല രീതിയിൽ പഠനം പഠിച്ചുകൊണ്ടിരിക്കുകയും പൂർണ്ണമായും പവിത്രമാവുകയും ചെയ്യുന്നുവെങ്കിൽ രാജപദം ലഭിക്കും. ആരെങ്കിലും പൂർണ്ണമായും പഠിച്ചില്ലെങ്കിൽ, കർമ്മബന്ധനമുണ്ടെങ്കിൽ, പൂർണ്ണമായും പവിത്രമാകാതിരിക്കുകയും ശരീരം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തുവെങ്കിൽ പ്രജയിലും സാധാരണ പദവി നേടും. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കിച്ചു തരുന്നു. ഇവിടെ ആത്മീയ കാര്യവ്യവഹാരങ്ങളാണ്. ബാക്കി മുഴുവൻ ലോകത്തിലും ഭൗതിക കാര്യവ്യവഹാരമാണ്. വാസ്തവത്തിൽ കാര്യവ്യവഹാരങ്ങൾ നടക്കുന്നത് ആത്മാക്കളുടേതാണ്. ആത്മാവ് തന്നെയാണ് ഈ ശരീരത്തിലൂടെ പഠിക്കുന്നത്, നടക്കുന്നത്, വികർമ്മം ചെയ്യുന്നത്. അതിനാൽ പതീത ആത്മാവ്, പാപാത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഈ സമയം എല്ലാ മനുഷ്യരും ദേഹാഭിമാനികളാണ്. ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ ഇന്നയാളാണ്, ഈ വ്യാപാരം ചെയ്യുന്നു, ഇന്നയാൾ കാമിയാണ്, ക്രോധിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരീരത്തിൻ്റെ പേരാണ് പറയുന്നത്. ഇതിനെ ദേഹാഭിമാനി ലോകം, ഇറങ്ങുന്ന കലയുടെ ലോകം എന്ന് പറയുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ല. അവിടെ ദേഹി അഭിമാനിയായിരിക്കുന്നു. നിങ്ങളെ ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. ഞാൻ ആത്മാവ് ഈ ശരീരത്തിലൂടെ വസ്ത്രം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. ആ ആക്ടേഴ്സും ഭിന്ന ഭിന്ന വസ്ത്രം മാറി പാർട്ട് അഭിനയിക്കുന്നു. ബാബ പറയുന്നു, ആത്മാക്കളായി നിങ്ങൾ ആദ്യം ശാന്തിധാമത്തിലായിരുന്നു. നിങ്ങളുടെ വീടാണ് ശാന്തിധാമം. പരിധിയുള്ള നാടകമുള്ളതുപോലെ ഇത് പിന്നെ പരിധിയില്ലാത്ത നാടകമാണ്. എല്ലാ ആത്മാക്കളും പരംധാമത്തിൽ നിന്നും വന്ന് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. ആത്മാക്കളുടെ യഥാർത്ഥ വീടാണ് പരംധാം. ആ ആക്ടേഴ്സിൻ്റെ വീടാണെങ്കിൽ ഇവിടെ തന്നെയാണ്. കേവലം ഡ്രസ് മാറി വന്ന് പാട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ആത്മാക്കളാണ്. ബാബ കുട്ടികളെ കുട്ടികളെ എന്ന് തന്നെ പറയും. സന്യാസിമാർ കുട്ടികളെ കുട്ടികളെ എന്ന് പറയില്ല. ബാബ പറയുന്നു, പതീത പാവനായ ഞാൻ ആത്മാക്കളായ നിങ്ങൾ ഏവരുടെയും പിതാവാണ്. ആ ഒന്നിനെ നിങ്ങൾ ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ഗോഡ് ഫാദർ നിരാകാരമാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെയും ഗോഡ് ഫാദർ എന്ന് പറയില്ല. അവരിലും ആത്മാവുണ്ട്. എന്നാൽ അവരെ പറയുന്നത് ബ്രഹ്മ ദേവതായ നമ, വിഷ്ണു ദേവതായ നമ എന്നാണ്. ദേവതമാർ എന്താണ് ചെയ്യുന്നത്? ഇതാർക്കും അറിയില്ല. ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഡ്രാമ പ്ലാൻ അനുസരിച്ച് പാട്ട് അഭിനയിക്കുന്നത്? ലോകം ഒന്നേ ഉള്ളൂ. താഴെ പാതാളത്തിൽ അഥവാ മുകളിൽ ലോകമുണ്ട് എന്നല്ല. ലോകം ഒന്നേ ഉള്ളൂ. അതിൻ്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ളവർ പറയുന്നു മൂണിൽ പ്ലോട്ട് വേണം എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികൾ എത്ര ഇൻസോൾവെൻ്റ് ആയിരിക്കുന്നു. ഭാരതവാസികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്.
നിങ്ങൾ എത്ര ധനികരും വിവേകശാലികളുമായിരുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം മുഴുവൻ വിശ്വത്തിന്റെ മേലും ഉണ്ടായിരുന്നു. അതിനെ ആർക്കും കൊള്ളയടിക്കുവാൻ സാധിച്ചില്ല. അവിടെ പാർട്ടീഷനോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ എത്ര പാർട്ടീഷനാണ്! കഷ്ണം കഷ്ണമാക്കി അടികൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരികളായിരുന്നു. മുഴുവൻ ആകാശവും ഭൂമിയും സമുദ്രവുമെല്ലാം നിങ്ങളുടേതായിരുന്നു. നിങ്ങൾ അതിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കഷ്ണമായിരിക്കുന്നു. ഭാരതം തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത് എന്നത് ആർക്കും അറിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആത്മാവിന് ഏതൊരു പാർട്ട് ലഭിച്ചിരിക്കുന്നോ അത് ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 84 ജന്മങ്ങൾ എടുക്കും. നിങ്ങളുടെ പാർട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും അവസാനിക്കുന്നില്ല. ആരും മോക്ഷവും മറ്റും നേടുന്നില്ല. എത്ര അനേകം ഗുരുക്കന്മാരും അനേകം ശാസ്ത്രങ്ങളും അവരുടെ അനേകം മതങ്ങളുമുണ്ട്. മനുഷ്യരിൽ എത്ര അശാന്തിയാണുള്ളത്! എവിടെ പോയാലും പറയും, മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും? ഇത് ദേഹാഭിമാനത്തിൽ വന്നാണ് പറയുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മനസ്സും ബുദ്ധിയും ഇവ ആത്മാവിൻ്റെ ഓർഗൻസ് ആണ്. ബാക്കി ഇവയെല്ലാം ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളാണ്. ആത്മാവ് പറയുന്നു, എൻ്റെ മനസ്സിന് എങ്ങനെ ശാന്തി ലഭിക്കും? വാസ്തവത്തിൽ ഈ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ആത്മാവാണ്. നിങ്ങളുടെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. നിങ്ങൾ ഇങ്ങനെ വേണം പറയാൻ, ആത്മാവായ എനിക്ക് എങ്ങനെ ശാന്തി ലഭിക്കും? ഇതിൽ കർമ്മം ചെയ്യുക തന്നെ വേണം. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ലോകത്തിൽ ആർക്കും ഈ ജ്ഞാനമില്ല. അവിടെ ഭക്തി മാർഗമാണ്. അവർക്ക് ജ്ഞാനത്തിൻ്റെ അറിവില്ല. ജ്ഞാനമാണെങ്കിൽ ഒരു ബാബ തന്നെയാണ് നൽകുന്നത്. ബാബ സ്വയം പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വരുന്നു. കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ എല്ലാവരും പതീതമാണ്. ഇതാണ് രാവണ രാജ്യം. രാവണനെ കത്തിക്കുന്നതും ഭാരതവാസികൾ തന്നെയാണ്. പതീത പാവനായ ബാബയുടെ ജന്മവും ഇവിടെയാണ്. അപ്പോൾ രാവണന്റെ ജന്മവും ഇവിടെയാണ്. രാവണൻ സർവരെയും പതീതമാക്കുന്നു. അതിനാൽ രാവണനെ കത്തിക്കുന്നു. ഈ കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിലില്ല. ഇപ്പോൾ ഭാരതത്തിൽ കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. കൃഷ്ണന്റെ ലീലയും ഭജനയും മറ്റും നടത്തുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, വാസ്തവത്തിൽ കൃഷ്ണലീലയൊന്നുമില്ല. കൃഷ്ണൻ എന്താണ് ചെയ്തത്? കംസപുരിയിൽ ജന്മമെടുത്തതായി പറയുന്നു. ഇപ്പോൾ കംസൻ എന്ന് ഡെവിളിനെയാണ് പറയുന്നത്. സത്യയുഗത്തിൽ ഡെവിൾ എവിടെ നിന്നും വരാനാണ്? നിങ്ങൾക്കറിയാം, കൃഷ്ണന്റെ ആത്മാവ് സത്യയുഗത്തിലായിരുന്നു. കൃഷ്ണൻ തൻ്റെ 84 ജന്മങ്ങളെടുത്ത് ഈ സമയം പതീതത്തിൽ നിന്നും പാവനമായിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പദവി വീണ്ടും നേടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ കൃഷ്ണപുരിയിൽ കഴിയുന്നവരായിരുന്നു. 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ വീണ്ടും തൻ്റെ പദവി നേടിക്കൊണ്ടിരിക്കുന്നു. ജയന്തി ആഘോഷിക്കുന്നത് വാസ്തവത്തിൽ ശിവ് ബാബയുടേതാണ്. ശിവ് ബാബ സർവരെയും ഹെല്ലിൽ നിന്നും ഹെവനിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒന്നിൻ്റെ ലീലയൊന്നുമില്ല. പറയുന്നു, ഹേ പതീത പാവനായ ബാബ, വരൂ, വന്ന് നമ്മളെ ഹെല്ലിൽ നിന്നും ഹെവനിലേക്ക് കൊണ്ടുപോകൂ. അങ്ങ് നമ്മുടെ പിതാവാണ്. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ആയിരിക്കേണ്ടതാണ്. നമ്മൾ വിശ്വസ്ലോകത്തിലായിരിക്കുന്നത് എന്തുകൊണ്ട്? അതിനാൽ വിളിക്കുന്നു, ഹേ ഗോഡ് ഫാദർ, നമ്മളെ ഈ ദുഃഖത്തിൻ്റെ ലോകത്ത് നിന്നും ലിബറേറ്റ് ചെയ്യൂ. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ബാബ പറയുന്നു, ഈ ഡ്രാമയെ ആരും അറിയുന്നില്ല. ശാസ്ത്രങ്ങളിൽ ഡ്രാമയുടെ ആയുസ് നീട്ടി എഴുതിയിരിക്കുകയാണ്. പുതിയ ലോക പഴയതാകുക തന്നെ വേണം. സതോ രജോ തമോയിൽ വരിക തന്നെ വേണം. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. ഇപ്പോൾ നിങ്ങൾ വീണ്ടും വിശ്വത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ പുതിയ ലോകത്തിലായിരുന്നു.
അവർ തന്നെ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കും. ഇപ്പോൾ നിങ്ങൾ പവിത്രമാകുന്നു. ബാക്കി എല്ലാ മനുഷ്യരും പതീതമാണ്. അതിനാൽ പാവനമായവരുടെ മുന്നിൽ പോയി നമിക്കുന്നു. പാവനമായവരെ പാവനമായവർ എന്തിനു നമിക്കണം? സന്യാസിമാർ പാവനമാണ്. അതിനാലാണ് പതീത മനുഷ്യർ അവരുടെ മുന്നിൽ ശിരസ് കുനിക്കുന്നത്. കന്യക പവിത്രമാണ്. അപ്പോൾ എല്ലാവരും കന്യകയുടെ മുന്നിൽ ശിരസ് കുനിക്കുന്നു. അതേ കന്യക വിവാഹശേഷം അമ്മായിയച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ശിരസ് കുനിക്കേണ്ടി വരുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ് എല്ലാവരെയും പാവനമാക്കുന്നതിന് വേണ്ടി. അവരെല്ലാം കലിയുഗത്തിലാണ്. നിങ്ങൾ ഇപ്പോൾ സംഗമത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പതീത ലോകത്തിലേക്ക് പോകേണ്ടതില്ല. ഇത് മംഗളകാരി യുഗമാണ്. ബാബ വന്ന് എല്ലാവരുടെയും മംഗളം ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ കൃഷ്ണ ജയന്തി ആഘോഷിക്കും. ഇല്ലെങ്കിൽ പിന്നെ ലോകത്തുള്ളവർ മനസ്സിലാക്കും ഇവർ നാസ്തികരാണ് എന്ന്. വാസ്തവത്തിൽ നാസ്തികർ എന്ന് പറയുന്നത് തൻ്റെ പിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയാത്തവരെയാണ്. ഈ സമയം എല്ലാവരും നാഥനില്ലാത്തവർ, ഓർഫൻ ആയിരിക്കുന്നു. ഓരോ വീട്ടിലും വഴക്കാണ്. പരസ്പരം കൊല്ലുന്നതിനും അമാന്തിക്കില്ല. അതിനാൽ ഇതിനെ നാസ്തികരുടെ ലോകം എന്ന് പറയുന്നു. ബാബയെ അറിയാത്തവർ. നിങ്ങൾ അറിയുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ കല്ല് ബുദ്ധിയായിരുന്നു. ബാബ നമ്മളെ പവിഴ ബുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രയാസത്തിൻ്റെയും കാര്യമില്ല. ബാബ കേവലം പറയുന്നു 1 മണിക്കൂർ പഠിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. ശരീരത്തെ ഓർമ്മിക്കുകയാണെങ്കിൽ ലൗകിക ബന്ധങ്ങളുടെയും ഓർമ്മ വരും. ദേഹി അഭിമാനിയായിരിക്കുമെങ്കിൽ പിതാവായ എൻ്റെ ഓർമ്മ നിലനിൽക്കും. ഇത് വിഷയശ്ലോകമാണ്. വിഷയസാഗരത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിക്കുന്നു. അവിടെ നെയ്യുടെ നദികൾ ഒഴുകുന്നതായി പറയുന്നു. ഇവിടെയാണെങ്കിൽ മണ്ണെണ്ണ പോലും ലഭിക്കുന്നില്ല. വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. ബാബ തന്നെയാണല്ലോ തോണിക്കാരൻ. എൻ്റെ തോണിയെ അക്കരെ എത്തിക്കൂ എന്ന് പാടുന്നുമുണ്ട്. ഇതെല്ലാം തോണികളാണ്. തോണിക്കാരൻ ഒരു ബാബ തന്നെയാണ്. ഈ ശരീരം ഇവിടെ തന്നെ ഉപേക്ഷിക്കും. ബാക്കി ആത്മാക്കളെ മറുതീരത്തേക്ക് കൊണ്ടുപോകും, ശാന്തിധാമത്തിലേക്ക്. അവിടെ നിന്നും പിന്നെ സുഖധാമത്തിലേക്ക് അയക്കും. പരംപിത പരമാത്മാവിനെ തന്നെയാണ് തോണിക്കാരൻ എന്ന് പറയുന്നത്. അനേകം പ്രകാരത്തിൽ ബാബയുടെ തന്നെ മഹിമ പാടുന്നു. ഇപ്പോൾ നിങ്ങൾ പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകുന്നു. ശ്രീ ശ്രീ ശിവ് ബാബ വന്നിരിക്കുന്നു ശ്രേഷ്ഠമാക്കുവാൻ. ഭഗവാൻ സ്വയം പറയുന്നു ഇത് ഭ്രഷ്ടാചാരി ലോകമാണ്. ഇപ്പോൾ നിങ്ങൾ പരംപിത പരമാത്മാവിൻ്റെ ശ്രീമത്തിലൂടെ നടന്ന് ശ്രേഷ്ഠാചാരിയാകുന്നു. ഇത് എത്ര ഗുപ്തവും രമണീകവുമായ കാര്യങ്ങളാണ്. അത് കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാകുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാവുകയേയില്ല. നിങ്ങൾക്കറിയാം ഇപ്പോൾ ദേവി ദേവതാ ധർമ്മത്തിൻ്റെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. ദേവി ദേവതാ ധർമ്മത്തിലുള്ള ആരെല്ലാം മറ്റു ധർമ്മങ്ങളിലേക്ക് പോയോ അവർ തന്നെ വന്ന് വീണ്ടും ബ്രാഹ്മണരാകും. ബ്രഹ്മകുമാർ കുമാരി ആകാതെ ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. പുരുഷാർത്ഥം എത്രത്തോളം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു അത്രയും ഉയർന്ന പദവി നേടും. എല്ലാവർക്കും ഇത്രയും ചെയ്യാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായും പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താകും? അഥവാ ശരീരം ഉപേക്ഷിച്ചു പോയെങ്കിൽ സ്വർഗത്തിൽ വരും. എന്നാൽ പ്രജയിൽ തീർത്തും സാധാരണമായിരിക്കും. അഥവാ ബാബയുടേതാവുകയും നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്തു എങ്കിൽ രാജപദം നേടാൻ സാധിക്കും. പഠിച്ചില്ലെങ്കിൽ പിന്നെ അവരുടെ ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കും.
പവിത്രമായിരിക്കുകയും പഠിക്കുകയുമാണെങ്കിൽ ഉയർന്ന പദവി നേടും. അപവിത്രമാകുന്നതിലൂടെ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയും വളരെ പേരുണ്ട്. കർമ്മ ബന്ധനത്തിൻ്റെ കണക്ക് ഒഴിവാകുമ്പോഴാണ്. വാഹനത്തിൻ്റെ ഇരു ചക്രങ്ങളും പവിത്രമാകുമ്പോൾ ശരിയായി ചലിക്കും. രണ്ടുപേരും പവിത്രമായിരിക്കുകയാണെങ്കിൽ ജ്ഞാനച്ചിതയിലിരിക്കും, ഇല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാകുന്നു. പല കുട്ടികളും പറയുന്നു, ബാബ, ശ്രീകൃഷ്ണൻ സത്യയുഗത്തിൻ്റെ ആദ്യത്തെ പ്രിൻസാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് അല്പം ആഘോഷിച്ചുകൂടാ? ശരി, നമുക്ക് കൃഷ്ണൻ്റെ ആത്മാവിനെ വിളിക്കാനും സാധിക്കുന്നു. വന്ന് കള്ളിച്ചിരികൾ നടത്തും, നൃത്തം ചെയ്യും, മറ്റെന്ത് ചെയ്യും? ഗോപഗോപിമാർ ഇവിടെ തന്നെയാണുള്ളത്. അവിടെയാണെങ്കിൽ പ്രിൻസ്, പ്രിൻസസ് പരസ്പരം ഒത്തുചേരുന്നു, നൃത്തം ചെയ്യുന്നു, സ്വർണത്തിൻ്റെ മുരളി ഊതുന്നു. ഈ എല്ലാ കളിച്ചിരികളും നിങ്ങൾ പിന്നീട് കാണും. ഈ എല്ലാ പാർട്ടും നടക്കും. തുടക്കത്തിൽ കാണിച്ചു തന്നു, പിന്നെ നിങ്ങൾ പുരുഷാർത്ഥത്തിൽ മുഴുകി. ഇനി വീണ്ടും അവസാനം സാക്ഷാത്കാരം ഉണ്ടാകാൻ തുടങ്ങും. ആരൊക്കെ ഏത് പദവി നേടും അത് നിങ്ങൾ അറിയുന്നുണ്ട്. ബാബ ഇരുന്ന് ഈ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും അംഗീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. പറയൂ, അതെ, നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കില്ല? ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രികളാണ്. ഇതിൽ ജ്ഞാനമൊന്നുമില്ല. ജ്ഞാനം നൽകുന്നവൻ ഒരാളാണ്. ജ്ഞാനം ലഭിക്കുമ്പോൾ ഭക്തി സ്വയമേ തന്നെ ഒഴിഞ്ഞു പോകുന്നു. നിങ്ങൾ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ ബുദ്ധിയിലുണ്ടായിരിക്കും, ഈ ലക്ഷ്മി നാരായണന്മാർ പിന്നെ ഇപ്പോൾ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, രണ്ട് ഭാഗത്തും ബന്ധങ്ങൾ നിറവേറ്റണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ പവിത്രമാകണം. ശ്രീമദ് പറയുന്നു, പൂർണ്ണമായും പവിത്രമാകൂ, പൂർണ്ണമായും വൈഷ്ണവനാകൂ, വിഷ്ണുപുരിയുടെ രാജ്യം നേടൂ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യോഗത്തിലൂടെ കർമ്മബന്ധനത്തിൻ്റെ കണക്കുകൾ സമാപ്തമാക്കി പാവനമാകണം. ജ്ഞാനചിതയിലിരിക്കണം. പൂർണ്ണമായും വൈഷ്ണവൻ, അതായത് പവിത്രമാകണം. തൻ്റെ ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം. എല്ലാവർക്കും ശാന്തിധാമത്തിൻ്റെ ഓർമ്മ വരുത്തണം. ഒരിക്കലും അശാന്തമാകരുത്. വരദാനം: ശബ്ദത്തിൽ നിന്നും ഉപരിയായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സർവഗുണങ്ങളും അനുഭവിക്കുന്ന മാസ്റ്റർ ബീജരൂപമായി ഭവിക്കട്ടെ. ഒരു വിത്തിൽ മുഴുവൻ വൃക്ഷവും ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ശബ്ദത്തിൽ നിന്നും ഉപരിയായ സ്ഥിതിയിൽ സംഗമയുഗത്തിലെ സർവ വിശേഷ ഗുണങ്ങളും അനുഭവത്തിൽ വരുന്നു. മാസ്റ്റർ ബീജരൂപമാവുക എന്നാൽ കേവലം ശാന്തി അല്ല, എന്നാൽ ശാന്തിയോടൊപ്പം ജ്ഞാനം, അതീന്ദ്രിയ സുഖം, സ്നേഹം, ആനന്ദം, ശക്തി തുടങ്ങിയ സർവ മുഖ്യ ഗുണങ്ങളുടെയും അനുഭവം ചെയ്യുക എന്നർത്ഥം. ഈ അനുഭവം സ്വയം തനിക്ക് മാത്രമല്ല ഉണ്ടാകുന്നത്, എന്നാൽ അന്യ ആത്മാക്കളും അവരുടെ മുഖത്ത് നിന്നും സർവഗുണങ്ങളുടെയും അനുഭവം ചെയ്യുന്നു. ഒരു ഗുണത്തിൽ സർവഗുണങ്ങളും ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. സ്ലോഗൻ: നല്ലത് ധാരണ ചെയ്യൂ, എന്നാൽ നല്ലതിൽ പ്രഭാവിതമായി പോകരുത്. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രം ആകൂ. പവിത്രത ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ അനാദി ആദി സംസ്കാരമാണ്. ഈ നാച്ചുറൽ സംസ്കാരത്തിലൂടെ
സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും അപവിത്രത എമർജാകരുത്. സങ്കല്പം വരികയും വിജയി ആവുകയും ചെയ്യൂ. ഇതിലും ഉപരിയായി നാച്ചുറൽ സംസ്കാരമാക്കി മാറ്റൂ. എങ്കിൽ ഈ സബ്ജക്റ്റിൽ പുരുഷാർത്ഥം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്. ഭാരരഹിതമാണ്. ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ
ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നതുപോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.